അവർ അതിൽ കൂടി ആ വീലിൽ കൂടി കയറി ലാൻഡിലോട്ട് എത്തും. എന്നിട്ട് അവിടെ എത്തിക്കഴിയുമ്പോൾ അവർ താഴ്ത്തും, വീലുകളൊക്കെ പൊന്തിച്ചിട്ട് അവരുടെ ആ ബോട്ടിൻ്റെ അടി താഴത്തോട്ട് മുട്ടിച്ചിട്ട് സൈഡ് ഇങ്ങനെ ചരിക്കും, പാസഞ്ചേഴ്സിന് ഈസി ആയിട്ട് ഇറങ്ങാനായിട്ട്. കണ്ടോ ഗൈസ്? ഒരു ഫാമിലി 5 ആൾക്കാരുള്ള ഫാമിലിക്ക് നമ്മൾ $115 ആണ് കൊടുക്കുന്നത്. അങ്ങോട്ട് പോകണേലും ഇങ്ങോട്ട് തിരിച്ചു വരാം. അപ്പോൾ ഗൈസ് നമ്മളിവിടെ കയറിയിട്ടുണ്ട് കേട്ടോ ഗൈസ്. നമ്മളിതാ ഇപ്പോൾ വെള്ളത്തിലാണ്, നമ്മൾ ബോട്ടിൽ കയറിയിട്ടുണ്ട്. നമുക്കിനി കുറച്ച് ദൂരം ഇങ്ങോട്ട് പോകണം, എന്നാലും നമുക്ക് എത്തിയിട്ടൊക്കെ കാണാൻ പറ്റും. മനോഹരമായ സ്ഥലമാണ് കേട്ടോ ഗൈസ്. അത് മാത്രമല്ല ബോട്ടിൽ ഇരുന്ന് പോകുമ്പോൾ ആദ്യം അവർ പതിയാണ് കൊണ്ടുപോകുന്നത്. കുറച്ച് നേരം കഴിയുമ്പോൾ നമ്മൾ അവർ സ്പീഡിൽ കൊണ്ടുപോകും. നമുക്ക് സേഫ്റ്റി ബെൽറ്റ്സ് ഒന്നും അവർ തരില്ല, ബട്ട് എന്തെങ്കിലും പ്രോബ്ലം വന്നെങ്കിൽ ആവശ്യമാക്കിയിട്ട് അവർ തരും. മാത്രമല്ല നമുക്ക് അവർ ഫോട്ടോ ഒക്കെ എടുത്ത് തരുന്നുണ്ട് കേട്ടോ. ഇനി ഈ ചേട്ടൻ നമുക്ക് ഇത്തിരി സ്പീഡ്, ഈ ചേട്ടൻ സ്പീഡ് കിട്ടും. മാത്രമല്ല കുറേ ലൈറ്റ് കളറുണ്ടോ ഗൈസ്, അത് നല്ല രസമുണ്ട്. മാത്രമല്ല സൈഡിൽ വൈറ്റ് കളറായിട്ട് ഇങ്ങനെ നല്ല രസമുണ്ട്. നല്ല കാറ്റ് അടിപൊളിയുണ്ട്. എനിക്കിഷ്ടം. അടിപൊളി കാഴ്ചകളുമാണ്, നല്ല രസമുള്ള യാത്രയുമാണ് കേട്ടോ ഗൈസ്. നമ്മൾ നിന്ന സ്ഥലത്ത് ഫോട്ടോയാണ് നമ്മളിനി കത്തീഡ്രൽ പോകാനായിട്ട്. അവിടെ നല്ല നമ്മുടെ കവറിലിട്ടിട്ട് ഇതേപോലെ തന്നെയാണ് കഴിച്ചിരിക്കുന്നത്. നല്ല രസമുള്ള സ്ഥലമാണ്. ഇതിൽ കൂടി നമ്മൾ പോകുമ്പോൾ ലൈറ്റ് കളറിൽ കാണാൻ പറ്റുന്നു. അത് മാത്രമല്ല ഈ ദ്വീപുകളുടെ അടുത്തോട്ടൊക്കെ നമ്മൾ അത്ര ക്ലിയർ അല്ല, ബട്ട് നമുക്കത് കാണാൻ പറ്റുമായിരുന്നു. നല്ല രസം ഉണ്ടായിരുന്നു അത് കാണാനൊക്കെ ആയിട്ട്. കാറ്റുണ്ട്, വെള്ളം തെറിച്ച് പോവുകയാണ് ഗൈസ്.